ഇന്നത്തെ വീഡിയോ ബോക്സ് ബ്രീത്തിങ്ങിനെ പറ്റിയാണ്. 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക, വീണ്ടും 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇതാണ് ബോക്സ് ബ്രീത്തിങ്ങിൻ്റെ രീതി. ആൻസൈറ്റി, പാനിക് അറ്റാക്ക് എന്നിങ്ങനെയുള്ള മാനസിക രോഗങ്ങളുള്ളവർക്കാണ് സാധാരണ ബോക്സ് ബ്രീത്തിങ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ദിവസം എത്ര വേണമെങ്കിലും സേഫായിട്ട് ചെയ്യാവുന്ന ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസാണ്. ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രീയ വശം പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിൽ വാഗസ് നെർവ് എന്ന പേരുള്ള ഒരു വലിയ നാഡിയുണ്ട്. നമ്മുടെ ബ്രെയിനിൽ തുടങ്ങി ഹൃദയം, ശ്വാസകോശം, ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്നിവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ നീണ്ട കോഴ്സുള്ള ഒരു നാഡിയാണ് ഈ വാഗസ് നെർവ്. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന പോലെ നമ്മളെ ശാന്തമാക്കാനുള്ള നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് ഈ വാഗസ് നെർവിൻ്റെ പ്രധാന ജോലി. നേരത്തെ സൂചിപ്പിച്ച ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസഗതി വളരെ സ്ലോ ആയും ആഴത്തിലുമാണ് നടക്കുന്നത്. ഇതുവഴി വാഗസ് നെർവ് ഉത്തേജിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും നോർമലൈസ് ചെയ്യപ്പെടുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ ലെവൽ നോർമൽ ആവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് പീസ് അല്ലെങ്കിൽ റെസ്റ്റ് അനുഭവപ്പെടുന്നത്. പെട്ടെന്നുണ്ടാവുന്ന സ്ട്രെസ്സിനെയോ ടെൻഷനെയോ ഒക്കെ മാറ്റാനുള്ള നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ഏറ്റവും സിമ്പിളും പവർഫുള്ളുമായ ഒരു മാർഗ്ഗമാണ് ബോക്സ് ബ്രീത്തിങ്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ബോക്സ് ബ്രീത്തിങ് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ടേക്ക് കെയർ. താങ്ക് യു.